ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഒരു ഹീറോ ഹോണ്ട പാഷൻ പ്ലസിൻ്റെ ഗിയർ വീൽ അസംബ്ലിംഗ് ആണ് ടെക്നോ ടിപ്സ് ഓറിയയിൽ നിന്ന്. ഇതെല്ലാമാണ് ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ വരുന്ന ഗിയർ വീൽ കമ്പോണൻറ്റുകൾ. ഇപ്രകാരം കോൺഫിഗർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ മുകളിലേക്കുള്ള അസംബിൾ ചെയ്യാനുള്ള ഇൻഡിവിജ്വൽ കമ്പോണൻറ്റുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഇതിന് താഴേക്കുള്ള കമ്പോണൻറ്റുകളാണ് ഇത് മൂന്നും. ഗിയർ വീൽ അസംബിളിങ്ങിന് മുൻപായി ഗിയർ വീലുകളുടെ കണ്ടീഷനും ഷാഫ്റ്റിൻ്റെ കണ്ടീഷനും നന്നായി ചെക്ക് ചെയ്ത് ഉറപ്പിക്കണം. ആദ്യം തന്നെ ഈ വാഷറാണ് നമുക്ക് ഇടേണ്ടത്. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു 3 കട്ടിംഗ് സ്ലോട്ടുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ 3 കട്ടിങ്ങുകളും ഷാഫ്റ്റിൻ്റെ പ്രൊജക്ഷനുമായി കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഈ വാഷർ ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റാനാവൂ. വാഷർ പ്രോപ്പറായി ഇട്ടതിന് ശേഷം നമുക്ക് ഇടാനുള്ളത് ഈ കാണുന്ന ഗിയർ വീലാണ്. ഈ ഗിയർ വീലിൻ്റെ ഒരു ഭാഗം ഇതുപോലെ കട്ടിങ്ങോട് കൂടിയതും ഓപ്പോസിറ്റ് ഭാഗം ഇതുപോലെ ഓൾമോസ്റ്റ് പ്ലെയിനുമാണ്. ഈ കട്ടിങ്ങുള്ള ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ ഇപ്രകാരം വേണം നമുക്ക് ഈ ഗിയർ വീൽ അസംബിൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇടാനുള്ളത് ഈ കാണുന്ന വാഷറാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇവിടെയും 3 പ്രൊജക്ഷനുകളുണ്ട്. ഇത് നമുക്ക് പ്രോപ്പറായി ഇതിനുള്ളിൽ കൂടെ വരുന്ന രീതിയിൽ വാഷർ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനിയുള്ളത് ഈ കാണുന്ന ഗിയർ വീലാണ്. ഇതിൻ്റെ 2 ഭാഗം ഒരുപോലെ ഉള്ളത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് സൈഡൊന്നും നോക്കാനില്ല. എന്നാൽ അതിൻ്റെ ഇന്നർ ഭാഗത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കട്ടിങ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നർ ഭാഗത്ത് വരുന്ന ഈ മില്ലിങ്ങും ഷാഫ്റ്റിൽ വരുന്ന ഈ കാണുന്ന കട്ടിങ്ങും പ്രോപ്പറായി വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിയർ വീൽ വളരെ സിമ്പിളായി ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇടാനുള്ളത് ഒരല്പം വീതി കൂടിയ ഈ കാണുന്ന വാഷറാണ്. അതിനുശേഷം ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന 3 കമ്പോണൻറ്റുകൾ കൂടി നമുക്ക് അസംബിൾ ചെയ്യാം. ആദ്യം തന്നെ ഈ കാണുന്ന കോളർ അഥവാ ബുഷ് നമുക്ക് ഇവിടേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വരുന്ന ഗിയർ വീൽ ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഗിയർ വീലിൻ്റെ ഒരു ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ളതും ഓപ്പോസിറ്റ് ഭാഗം ഒരല്പം കുഴി പോലുള്ളതുമാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ, അതായത് ഈ ഭാഗം ഇതുപോലെ വരുന്ന രീതിയിൽ വേണം ഗിയർ വീൽ ഇടുമ്പോൾ വരേണ്ടത്. ഇനി ഈ ഭാഗത്ത് ഇടാനുള്ളത് ഈ കാണുന്ന വാഷറാണ്. ഇതോടുകൂടി ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഗിയർ വീൽ അസംബ്ലിംഗ് പൂർത്തിയായി. ഇവിടെ 2 സൈഡിലും വാഷറുണ്ട്. ഇവിടെയും അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെയുമായി. ഇനി നമുക്ക് ഈ ഗിയർ വീൽ അസംബ്ലി മാറ്റി വയ്ക്കാം. ഇതാണ് ഇൻപുട്ട് ഷാഫ്റ്റ് അഥവാ ക്ലച്ച് ഷാഫ്റ്റ്. ഇൻപുട്ട് ഷാഫ്റ്റിൽ ആദ്യം വരുന്ന ഗിയറുകളെല്ലാം ഒരു സർക്കിളിപ്പ് ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ക്ലച്ച് ഷാഫ്റ്റിലും അതിൽ വരുന്ന ഗിയർ വീലിലും കംപ്ലൈൻറ്റ് വരുന്നില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ റീയൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ വാഷർ ഇട്ട് കൊടുക്കാം. ഈ ഭാഗത്തെ 3 കട്ടിങ്ങുകളും മാച്ചായാൽ മാത്രമേ നമുക്ക് ഈ വാഷർ ഈ ഷാഫ്റ്റിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാനാവൂ. വാഷർ ഇട്ടതിന് ശേഷം നമുക്ക് ഇടാനുള്ളത് ഈ കാണുന്ന ഗിയർ വീലാണ്. ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ കുഴിയുള്ളതും ഓപ്പോസിറ്റ് ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ളതുമാണ്. കുഴി പോലെ കട്ടിങ്ങുള്ള ഈ ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വേണം ഗിയർ വീൽ ഇടുമ്പോൾ വരേണ്ടത്. ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ ഈ ഭാഗത്ത് വാഷർ വരുന്നില്ല, അതുപോലെ ഈ ഭാഗത്തും വാഷർ ഉണ്ടാകില്ല. ഇതോടുകൂടി ഇൻഡിവിജ്വൽ ഗിയർ വീൽ അസംബ്ലിംഗ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള കണ്ടീഷനിലായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്